പെണ്ണിന് വിദ്യ നിഷേധിക്കപ്പെട്ട, വീടകങ്ങളിൽ സുരക്ഷിതയാകാൻ കൽപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ നിന്ന് പ്രവാചകന്റെ പ്രവർത്തനപാത പിന്തുടർന്നുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്താൽ ഇരുളിന്റെ മറനീക്കി ആത്മസാക്ഷാത്കാരത്തിന്റെ വഴികൾ തെളിച്ച പെൺകൂട്ടത്തിന് 4 പതിറ്റാണ്ട്. 1984 മാർച്ച് 5 ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള മണ്ണിൽ പിറവികൊണ്ടു. ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന സമൂഹത്തിന്റെ ഭാവി രൂപപ്പെടുന്നതിൽ സ്ത്രീകളുടെ കഴിവുകൾ പുറത്തുവിടുന്നു. കൂടാതെ അവരുടെ പ്രതികരണശേഷിയും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കാനും സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരേണ്ടത് പെൺകുട്ടികളിൽ നിന്നാണെന്ന് GIO പറഞ്ഞുവെക്കുന്നു. കുടുംബത്തിലും സമൂഹത്തിലും പെൺകുട്ടികൾക്കുള്ള ഇടം അവർ തിരിച്ചറിയേണ്ടതുണ്ട്. സത്യത്തിന്റെ സന്ദേശം പിൻഗാമികൾക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വം പെൺകുട്ടികൾ ഏറ്റെടുക്കണം. മതജാതി വിവേചനങ്ങളില്ലാതെ നീതിയും സമൃദ്ധിയും ഉറപ്പാക്കുക. സാമൂഹിക, രാഷ്ട്രീയ, ധാർമ്മിക, സാംസ്കാരിക മേഖലയിലെ പെൺകുട്ടികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. അവരുടെ മൂല്യബോധം ശുദ്ധീകരിക്കുക എന്നിവയാണ് GIO ലക്ഷ്യമിടുന്നത്. ക്യാമ്പുകൾ, പ്രചാരണങ്ങൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് പെൺകുട്ടികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയും ക്യാമ്പസുകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു. GIO നാളിതുവരെ സ്ത്രീ സുരക്ഷയ്ക്കു വേണ്ടിയുള്ള ബോധവൽക്കരണം, വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ശിരോവസ്ത്രാവകാശവുമായി നടന്ന സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസം, പൊതുസേവനം, കരിയർ, മോട്ടിവേഷൻ, കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിലും GIO അതിന്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീ പള്ളി പ്രവേശനം, ശരിയത്ത് വിവാദം, മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം, സ്ത്രീ സൗഹൃദ തൊഴിലിടം, സാംസ്കാരിക അധിനിവേശം, മദ്യവിരുദ്ധ സമരം, ഇസ്ലാമിലെ സ്ത്രീയുടെ പദവിയും മഹത്വവും, സുഭദ്ര കുടുംബം, സുസ്ഥിര സമൂഹം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും GIOവിന് സാധിച്ചിട്ടുണ്ട്. പാരമ്പര്യവും നിയമങ്ങളും സ്ത്രീയെ രണ്ടാം കിടരാക്കുമ്പോൾ അതിനെ പൊളിച്ചെഴുതുകയാണ് വേണ്ടതെന്ന് GIO ആവശ്യപ്പെടുന്നു.